ധനസുമോദ്, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിൽ ഇടപെട്ടു എന്നാണ്. നമുക്കറിയാം, കേരളമൊക്കെ കഴിഞ്ഞ കുറേ കാലമായി പ്രശ്നം അനുഭവിക്കുന്നതാണ്. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നു എന്നുള്ള ഒരു ആരോപണം, അത് വെറും ഒരു ആരോപണം മാത്രമല്ല, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടടക്കമുള്ള ഇടപെടലുകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചില വാർത്തകൾ കൂടിയാണ് പുറത്തു വരുന്നത്. PMOയിലെ മുൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന BVR സുബ്രഹ്മണ്യം തന്നെ ഇക്കാര്യം പറയുമ്പോൾ അതിന് കൂടുതൽ വിശ്വാസ്യത ഏറുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ധനസുമോദ്? ഇപ്പോൾ ഈ VVR സുബ്രഹ്മണ്യത്തിൻ്റെ ഈ ഒരു ശബ്ദരേഖയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് പ്രധാനമന്ത്രി എങ്ങനെയാണ് ധനകാര്യ കമ്മീഷനുമായി ഒരു അനധികൃത ഇടപാട് നടത്തി എന്നുള്ളതാണ്. കാരണം ഈ കേന്ദ്രത്തിന് കൂടുതൽ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഫണ്ടുകൾ അധികം ലഭിക്കാതിരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നു. അതിൻ്റെ ഒരു പിന്നിലെ കൈകൾ പ്രധാനമന്ത്രി തന്നെയാണെന്നാണ് സുബ്രഹ്മണ്യം ഈ ശബ്ദരേഖയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും ഒരു ഭരണഘടനാ സ്ഥാപനമായ ഫിനാൻസ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ, അതിന്റെ ചെയർമാൻ, നീതി ആയോഗിന്റെ ചെയർമാൻ തുടങ്ങിയവരോട് പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ പാടില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് പ്രധാനമന്ത്രി തന്നെ ചെയ്തിരിക്കുന്നത്. അന്ന് തന്നെ കൃത്യമായി ഈ തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രിയുടെ ഇടപെടലുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു കൃത്യമായ ഒരു തെളിവ് ഇതുവരെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ സുബ്രഹ്മണ്യത്തിന്റെ ശബ്ദരേഖ, അദ്ദേഹം സംസാരിച്ച ഒരു സെമിനാറിൽ നിന്ന് തന്നെയായിരുന്നു ഈ തരത്തിലുള്ള ശബ്ദരേഖ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന് കിട്ടിയത്. കാരണം ഈ ഒരു പ്രോഗ്രാം ഇതിൽ യൂട്യൂബിൽ ലൈവായിട്ടാണ് പോകുന്നതെന്ന് അറിയാതെയാണ് താൻ ചെയ്ത വീരകൃത്യങ്ങൾ എന്ന രീതിയിൽ സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുമായി നടത്തിയ ഇടപാടുകൾ. കാര്യം, സംസ്ഥാനങ്ങൾക്ക് ഒരു 32% നികുതി കളക്ഷനിൽ നിന്നും നൽകുന്നത് 42 വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ടിടപെടുന്നു. അതിനുശേഷം ഇത്രയും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട എന്നുള്ള കാര്യം കൂടി പറയുന്നു. കാരണം ഒരു കാര്യം ശ്രദ്ധേയമാണ്. കാര്യം, ഈ 2014 പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുക നൽകണം എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ കേരളത്തിൽ ആവശ്യപ്പെടുന്ന പോലെ അതേ ആവശ്യം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. കാര്യം, ഈ കേന്ദ്രം എല്ലാവിധത്തിലുള്ള നികുതികളും കേന്ദ്രത്തിലേക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു പകുതിയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് നിരന്തരമായ ആവശ്യം. അത് നരേന്ദ്രമോദിയും അങ്ങനെ തന്നെ ഒരു ആവശ്യമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉന്നയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്തത് ഈ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് നൽകാതെ കേന്ദ്രം തന്നെ ഇതൊരു പിടിമുറുക്കാനുള്ള രീതിയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ നീതി ആയോഗിന്റെ ചെയർമാന്റെ ഒരു കൃത്യമായ ഇടപെടൽ മൂലം ഇത് നൽകാനായില്ല. അത് സുബ്രഹ്മണ്യം പറയുന്നത്, നിങ്ങളുടെ ബോസിനോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ എന്നുള്ള ശബ്ദരേഖയാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ടതും. ആ ശബ്ദരേഖയാണ് ഇപ്പോൾ മലയാളത്തിൽ ആദ്യമായി മീഡിയ വൺ പുറത്തുവിടുന്നതും ആ തരത്തിലുള്ള ശബ്ദരേഖ തന്നെയാണ്. കാരണം ഈ തരത്തിൽ ഒരു കാരണവശാലും നീതി ആയോഗിന്റെ ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറക്കില്ല എന്നുള്ളത് തീരുമാനിച്ചതോടുകൂടി 2 ദിവസം കൊണ്ട് തന്നെ ഈ ബജറ്റ് അഴിച്ചു പണിയേണ്ടി വന്നതായിട്ട് തന്നെയാണ് ഈ സുബ്രഹ്മണ്യം പറയുന്നത്. അതായത് നേരത്തെ ഓരോ പദ്ധതികൾക്കും മാറ്റിവെച്ചിരുന്ന പൈസ വലിയ തരത്തിലുള്ള ഇടിവ് സംഭവിച്ചു. അങ്ങനെ ഈ മാതൃ ശിശു സംരക്ഷണ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവർക്ക് അംഗനവാടികൾക്ക് കൊടുക്കേണ്ട ഫണ്ടുകളിലെല്ലാം വലിയ തരത്തിലുള്ളൊരു വെട്ടിക്കുറവ് സംഭവിച്ചു. അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് നീതി ആയോഗിൻ്റെ പിടിമുറുക്കിയത് കാരണം വെട്ടിക്കുറച്ചതിന് ശേഷം മോദി കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. അതായത് മോദി കരുതിയത് ഈ നീതി ആയോഗുമായി സംസാരത്തിന് ശേഷം കുറേ കൂടി പൈസ കേന്ദ്രത്തിന് കിട്ടും, സംസ്ഥാനങ്ങൾക്ക് വെട്ടിക്കുറക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഈ നീതി ആയോഗ് അതിന് സമ്മതിക്കാതിരുന്നപ്പോൾ പിന്നീട് കാണുന്ന ഒരു നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, അദ്ദേഹം പാർലമെന്റിൽ വന്ന് പ്രസംഗിക്കുകയാണ്, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുകയാണ്, ഇത്രയും ഫണ്ട് അനുവദിച്ചാൽ ഇത് ഒരു കാത്തു സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ട്രഷറി പോലും സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ BJP അംഗങ്ങൾ വലിയ കയ്യടിയോടുകൂടിയാണ് ഡെസ്കിലടിച്ച് തന്നെയാണ് ഇത് സ്വീകരിച്ചത്. അതായത് ആദ്യം ഇത് തരില്ല എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഒരു രക്ഷയുമില്ലാതെ ഏറ്റവും അവസാനം ഈ നികുതി വിട്ടുകൊടുക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു നേട്ടം കൂടി, അതിൻ്റെ പിന്നിൽ താനാണ് എന്നുള്ള ഒരു രീതിയാണ് മോദി സംസാരിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു നരേന്ദ്രമോദിയുടെ ഒരു ഇരട്ടത്താപ്പ് കൂടി ഒരു പുറത്താക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
തീർച്ചയായും ധനസുമോദ്, അതായത് വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ഒരു ഫെഡറൽ സംവിധാനമായി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ തന്നെയുള്ള ഒരു പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ട് സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പറയുന്നത് അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ തന്നെയാണ്. അതായത് BJP ഭരിക്കുന്നതല്ലാത്ത സംസ്ഥാനങ്ങളുടെ മേൽ പിടിമുറുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു പ്രധാനമന്ത്രിക്ക് ഉണ്ടായത്. മാത്രമല്ല, അദ്ദേഹം പിന്നീട് നടത്തിയ നിലപാട് മാറ്റം കൂടി ശ്രദ്ധേയമാണ്. കാരണം ഇത് നടക്കുകയില്ല എന്നറിഞ്ഞതോടെ സംസ്ഥാനത്തിന് അധിക വിഹിതം നൽകേണ്ടതുകൂടി അതും ഭരണ നേട്ടമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള മോദിയുടെ പരിഹാസ്യമായ ചില ശ്രമങ്ങളെ കൂടി അദ്ദേഹം തുറന്നു കാട്ടുന്നുണ്ടല്ലേ? ഇത് ഈ ശബ്ദരേഖയിൽ തുറന്നു കാട്ടുന്നത് ഈ നരേന്ദ്രമോദിയുടെ കൃത്യമായ ഒരു അദ്ദേഹത്തിന്റെ പൊള്ളത്തരം, അദ്ദേഹത്തിന്റെ വാക്കുകളിലെ പൊള്ളത്തരം തന്നെയാണ് പ്രധാനമായും തുറന്നു കാട്ടുന്നത്. കാര്യം സംസ്ഥാനങ്ങളെ ഒരു പിഴിഞ്ഞ് കേന്ദ്രത്തിന്റെ ഖജനാവിൽ കേന്ദ്രത്തിന്റെ പദ്ധതികളിലേക്ക് കൂടുതൽ തുക ചെലവഴിക്കാൻ തയ്യാറാകുന്നത്, അതിനുവേണ്ടി ഒരു പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി ചരട് വലിക്കുന്നതാണ് കാണുന്നത്. കാര്യം ഇതുവരെയുള്ള ഇത്ര പ്രധാനമന്ത്രിമാരിൽ ഈ 75 വർഷത്തിനിടയിൽ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് ഇത്തരത്തിൽ ഒരു ധനകാര്യ കമ്മീഷനുമായി നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു സംസാരിക്കുകയും ഇത്തരത്തിലുള്ള ചരട് വലിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ കാര്യം ഒരു ഭരണവുമായിട്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരുമായിട്ട് നേരിട്ട് ഇടപെടാതെ തന്നെ ഒരു സ്വതന്ത്രമായി മാറി നിൽക്കേണ്ടത് തന്നെയാണ്. പ്ലാനിംഗ് കമ്മീഷനായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഒരു ഭരണവുമായി വേർതിരിച്ചുകൊണ്ട് തന്നെയാണ് ഭരണഘടനയിൽ കൃത്യമായി എഴുതി വെച്ചതിന് ശേഷം തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ ഒരു തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഈ സുബ്രഹ്മണ്യം പറയുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടിയുണ്ട്. കാരണം ഈ അദ്ദേഹം ജമ്മു കാശ്മീരിന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത്, അവിടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആദ്യ ഒരു ഫണ്ട് അലോക്കേഷൻ നൽകിയിരുന്നു. സാധാരണ ആദ്യ ഫണ്ട് അലോക്കേഷൻ നൽകുകയാണെങ്കിൽ അതിൻ്റെ ഒരു തുക കൃത്യമായ ബില്ലുകൾ, യൂട്ടിലിറ്റി ഫണ്ട് തിരിച്ചടച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ഗഡു അനുവദിക്കുന്നത്. പക്ഷേ ആദ്യ ഗഡു അദ്ദേഹം ഒരു ഫേക്കായ ബില്ലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അത് ആദ്യ ബില്ല് അടക്കുന്നതിന് ശേഷം രണ്ടാമത്തെ ഗഡു വീണ്ടും കിട്ടി തുടങ്ങിയ ഒരു ക്രിമിനൽ കാര്യങ്ങൾ കൂടി ചെയ്തതായിട്ടുള്ള ഒരു തുറന്നുള്ള ഒരു സംഭാഷണം കൂടി ഈ വീഡിയോയിലുണ്ട്. മാത്രമല്ല, ഈ വീഡിയോ പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ, അതായത് യൂട്യൂബ് ചാനലിൽ ഈ തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ജോയിന്റ് സെക്രട്ടറി തുറന്ന് പല കാര്യങ്ങളും സംസാരിക്കുകയാണ്. നരേന്ദ്രമോദി ഇടപെടുന്നു, അദ്ദേഹം തന്നെ ഇതിനു വേണ്ടി ഇടപെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ സംസാരിച്ച ഉടനെ തന്നെ ഇതിനെ ആസ്പദമാക്കി ചില ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് അയക്കുകയാണ്.